ഇന്ന് രാവിലെ നമ്മുടെ ഗോൾഡ് വെയിൽ ഏഞ്ചൽ ഫിഷ് എടുക്കുന്ന ആ ഒരു മിനി അക്വേറിയത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. നമ്മൾ തീറ്റ കൊടുക്കാനൊന്നും വേണ്ടി റൂമിലേക്ക് വന്നതല്ല. തീറ്റയൊക്കെ നമ്മൾ ഈവനിങ്ങിലാണ് കൊടുക്കാറുള്ളത്. നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു അക്വേറിയത്തിലേക്ക് നോക്കിയതാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത്. നമ്മുടെ ഗോൾഡ് വെയിൽ ഏഞ്ചൽ ഫിഷ് മുട്ടയിട്ടിട്ട് ആ മുട്ടകൾക്ക് മുകളിൽ ഇങ്ങനെ കാവൽ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗോൾഡ് വെയിൽ ഏഞ്ചൽ ഫിഷ് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇന്ന് ഇങ്ങനെ മുട്ടയിട്ട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റി, ഇത് ഫീമെയിലാണ്. നമ്മൾ ഇത്ര നാളും ഇത് മെയിലാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷനുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇത് ഫീമെയിലാണെന്ന് മനസ്സിലായിട്ടുള്ളത്. അക്വേറിയത്തിൻ്റെ താഴെ ഭാഗത്ത് കാണുന്ന ആ ഒരു ഗ്ലാസ്സിലാണ് ഇത് നിരനിരയായിട്ട് ഇങ്ങനെ മുട്ടയിട്ട് വെച്ചിട്ടുള്ളത്. ആ വെളുത്ത നിറത്തിൽ ഡോട്ട് പോലെ കാണുന്നതാണ് മുട്ടകൾ. ഈ ഏഞ്ചൽ ഫിഷുകളുടെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിൻ്റെ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. പൊതുവേ ഏഞ്ചൽ ഫിഷുകളിൽ പറയാറുള്ളത് മെയിലിനാണെങ്കിൽ നെറ്റിയ ഭാഗത്തൊരു ഹമ്പ് ഉണ്ടായിരിക്കും, ഫീമെയിലിന് ആ ഒരു ഹമ്പ് ഉണ്ടായിരിക്കില്ല, കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും. മെയിലിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫീമെയിലിന് കുറച്ച് സൈസ് കുറവായിരിക്കും. പിന്നെയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നാച്ചുറലായിട്ട് പെയർ ആവുക എന്നുള്ളതാണ്. അങ്ങനെ നാച്ചുറലായിട്ട് പെയർ ആവണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവണം. അത് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ വാങ്ങിയിട്ട് ഒരു ടാങ്കിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർ വളർന്നു വരുന്ന സമയത്ത് നാച്ചുറലായിട്ട് തന്നെ പെയർ ആവും. അപ്പോൾ നമുക്ക് മെയിലിനെ ഫീമെയിലിനെ ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മുട്ടകൾ ടാങ്കിൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ ക്യാമറയിൽ കാണിക്കുന്നത്. പല ഭാഗത്തായിട്ട് മുട്ടകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. മെയിനായിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്താണ് അത് കാവൽ നിൽക്കുന്നത്. ഏഞ്ചൽ ഫിഷുകൾ സിക്ലിഡ് വിഭാഗത്തിൽപ്പെടുന്ന മത്സ്യങ്ങളാണ്. സിക്ലിഡ് വിഭാഗത്തിൽപ്പെടുന്ന മത്സ്യങ്ങളെല്ലാം മെയിലും ഫീമെയിലും ചേർന്നാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്. മുട്ടയ്ക്ക് കാവൽ നിൽക്കുന്നതും അതുപോലെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും എല്ലാം മെയിലും ഫീമെയിലും കൂടി ഒരുമിച്ചാണ്. പിന്നെ ഈ ഏഞ്ചൽ ഫിഷുകളുടെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന വേറൊരു മാർഗ്ഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുമാതിരിപ്പെട്ട എല്ലാ സിക്ലിഡ് മത്സ്യങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ്. അതായത് അവരുടെ അടിഭാഗത്ത് ബ്രീഡിംഗ് ട്യൂബിൻ്റെ സൈസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മെയിലിൻ്റെ ആണെങ്കിൽ അത് ചെറുതായിരിക്കും, ഫീമെയിലിന് വലിയ സൈസായിരിക്കും. അതായത് ഈ ഒരു ഏഞ്ചൽ ഫിഷിനെ നമ്മൾ പിടിച്ച് താഴെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഹോൾസ് നമുക്ക് കാണാം. അതിൽ ഫീമെയിലിനാണെന്നുണ്ടെങ്കിൽ ഒരു ഹോള് വലുതും ഒരു ഹോള് ചെറുതുമായിരിക്കും. മെയിലിനാണെന്നുണ്ടെങ്കിൽ 2 ഹോളും ഏകദേശം ഒരേ സൈസായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. പക്ഷേ അത് കുറച്ച് അഡൾട്ട് സൈസ് ആയതിനു ശേഷം മാത്രമാണ് നമുക്കങ്ങനെ നോക്കാനായിട്ട് പറ്റുന്നത്. നമ്മൾ ഇതുവരെ ആ ഒരു വെൻറ്റിൻ്റെ സൈസ് നോക്കിയിട്ട് ഇതുവരെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ നമ്മൾ അടുത്ത് തന്നെ ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കയ്യിൽ ഇനി 2 ഇതേ സൈസുള്ള പ്ലാറ്റിനം വൈറ്റ് ഏഞ്ചൽ ഫിഷുകളുണ്ട്. അപ്പോൾ അവരുടെ സൈസും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ചിലപ്പോൾ നമുക്കറിയില്ല, നമ്മളിപ്പോഴും അത് മെയിലാണോ ഫീമെയിലാണോ നമുക്കറിയില്ല. പ്ലാറ്റിനം വൈറ്റ് ആണെങ്കിൽ നമുക്കറിയില്ല അത് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ആ ഒരു വെൻറ്റിൻ്റെ സൈസ് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്തായാലും നന്നായി. കാരണം നമുക്ക് കുറേ നാളായിട്ട് കൺഫ്യൂഷനായിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏകദേശം ഏത് ഷേപ്പിലാണ് ഫീമെയിൽ ഇരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ഷേപ്പിൽ കാണുന്നത് ഫീമെയിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ ഇതിനെ വാങ്ങിച്ച സമയത്ത് നമ്മുടെ പ്ലാറ്റിനം വൈറ്റ് ആണെങ്കിലും നമുക്കിതിന് ഫീമെയിലായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം നോർമലി ബോഡി കുറച്ച് തടിച്ച് ഉരുണ്ട് ഫാറ്റായിട്ട് ഇരിക്കുന്നത് ഫീമെയിലുകളാണ്. മെയിലുകൾ കുറച്ച് സ്ലിം ആയിരിക്കും. പക്ഷേ നമ്മൾ ഓൺലൈനിലും പല വീഡിയോകളിലും ശ്രദ്ധിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും നേരെ ഓപ്പോസിറ്റൊക്കെ ആയിട്ടാണ് പറഞ്ഞ് കണ്ടത് നമ്മൾ. അതായത് ഫീമെയിലിൻ്റെ ബോഡി കുറച്ച് ചെറുതും അതുപോലെ തന്നെ ആംഗുലാറൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടത്. അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വന്നത്. പക്ഷേ ബോഡി സൈസ് വെച്ച് നമുക്ക് ആദ്യം തന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ഫീമെയിൽ തന്നെയാണെന്നുള്ളത്. പിന്നീട് നമ്മൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കുറേ വീഡിയോകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി എങ്ങനെയാണ് ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ കൃത്യമായിട്ട്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പല വീഡിയോകളിലും പല രീതിയിലാണ് പറയുന്നത്. ചില എക്സ്പേർട്ടുകൾ പറയുന്നത് ഈ നെറ്റിയിലുള്ള ഹമ്പ് നമുക്ക് ചില സ്പീഷീസുകളിൽ മാത്രമാണ് അങ്ങനെ നോക്കിയിട്ട് മെയിലിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ വേറെ ചില എന്താ പറയുക വെറൈറ്റികളിൽ, എല്ലാ വെറൈറ്റികളിലും നമുക്ക് നെറ്റിയുടെ ഹമ്പ് നോക്കിയിട്ട് ഇത് മെയിലാണോ ഫീമെയിലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഹമ്പ് വരുന്നത് മെയിലുകൾക്കാണ്, പക്ഷേ ഈ ഒരു ഹമ്പ് എല്ലാ സ്പീഷീസുകളിലും ഇല്ല എന്നാണ് ഏഞ്ചലിനെ വളർത്തുന്ന എക്സ്പേർട്ടുകളുടെ വീഡിയോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈ ഏഞ്ചൽ ഫിഷുകളുടെ ബോഡി ഷേപ്പും സൈസും നോക്കിയിട്ട് എങ്ങനെ നമുക്ക് മെയിലിനെയും ഫീമെയിലിനെയും ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത്. എനിക്ക് തോന്നുന്നത് മെയിലിൻ്റെ ബോഡി കുറച്ചും കൂടിയും ചെറുതായിട്ട് ഇതേപോലെ, ഇപ്പോൾ ഇതിൻ്റെ ബോഡി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ആംഗുലർ ഷേപ്പല്ല, ട്രയാങ്കുലർ ഷേപ്പല്ല, ഒരു ഓവൽ റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ബോഡി. എന്നാലും ഒരു ട്രയാങ്കിൾ പോലെ ഒരു ആംഗുലർ ഷേപ്പിലിരിക്കുന്ന ഏഞ്ചൽ ഫിഷുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ മെയിലാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മറ്റ് വെറൈറ്റികൾ, അതായത് നമ്മുടെ കയ്യിലുള്ള പ്ലാറ്റിനം വൈറ്റ് അതുപോലെ തന്നെ ബ്ലാക്ക് മാർബിൾ, ഇതിലൊക്കെ നമ്മൾ മീനുകളുടെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് ബോഡി ഷേപ്പ് നോക്കി മെയിലിനെയും ഫീമെയിലിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് മെയിലും ഫീമെയിലും എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും.
ഇപ്പോൾ ഇതിനകത്ത് ഫീമെയിൽ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ മുട്ടകൾ എന്തായാലും ഇനി വിരിയാനായിട്ട് പോകുന്നില്ല. കാരണം ഈ ഒരു മുട്ടകൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൽ വേണം. മെയിൽ വന്ന് ഇത് ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇത് വിരിയുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ കയ്യിൽ മെയിലില്ല. ഇപ്പോൾ ഈ ഒരു ഫീമെയിൽ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ ഫീമെയിൽ എന്താണ് ഇനി ചെയ്യാൻ പോകണമെന്നുള്ളത് നമുക്കറിയാം ഏകദേശം. കാരണം ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇത് വിരിയില്ല. ഇതിനറിയാം ഇത് വിരിയില്ല എന്നുള്ള കാര്യം. ഫെർട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മെയിൽ ഇതിനകത്ത് ഇല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങൾ ഈ ഒരു ഏഞ്ചൽ ഫിഷ് മാത്രമല്ല വേറെ മത്സ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ബീറ്റ ഫിഷുകളിലൊക്കെ ഈ മുട്ടകൾ ഇത് തന്നെ തിന്ന് തീർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇന്ന് ഇതിന് ഫുഡ് കൊടുക്കാനായിട്ട് പോകുന്നില്ല. കാരണം അത്യാവശ്യം ഫുഡ് ഈ ഒരു മുട്ടകൾ കഴിക്കുമ്പോൾ തന്നെ അതിന് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ അഡീഷണലായിട്ട് ഫുഡ് കൊടുത്താൽ അത് കഴിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ കയ്യിൽ ആദ്യമായിട്ടാണ് ഒരു ഏഞ്ചൽ ഫിഷ് ബ്രീഡ് ആകുന്നത്. നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയൊന്നും മുമ്പ് ട്രയലുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വളർത്തുക മാത്രമാണ് നമ്മൾ ചെയ്തത്. സ്പെഷ്യലായിട്ട് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് വളർത്താനായിട്ട് കുറച്ചെണ്ണത്തിനെ വാങ്ങി നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഇട്ട് വളർത്തുകയാണ് ചെയ്യുന്നത്. ബോഡി ഷേപ്പ് നോക്കിയിട്ട് നമുക്ക് ഏഞ്ചൽ ഫിഷിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. കാരണം നമ്മൾ പെറ്റ് ഷോപ്പിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ അടിഭാഗത്തെ ഹോളിൻ്റെ സൈസ് അല്ലെങ്കിൽ വെൻറ്റിൻ്റെ സൈസ് ഒന്നും നോക്കിയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിഭാഗത്തു നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡി ഷേപ്പ് നോക്കിയിട്ട് ഫിൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഈ ഒരു അക്വേറിയത്തിൽ നടന്നത് വളരെയധികം നന്നായി. അപ്പോൾ ഇനി നമ്മുടെ ഏഞ്ചൽ ഫിഷുകളെല്ലാം കുറച്ച് ക്ലോസ് ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മെയിലും ഫീമെയിലിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വീഡിയോകൾ മുമ്പ് കണ്ടിട്ടുള്ളവർക്കെല്ലാം ഈ ഒരു അക്വേറിയം വളരെ പരിചിതമായിരിക്കും. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ചെറിയ അക്വേറിയമാണ്. ഇതിനകത്ത് ഈ കാണുന്ന ജാവാഫോൺ ചെടികളും 2 ബുദ്ധൻ്റെ സ്റ്റാച്ചുവാണ് നമ്മൾ ജസ്റ്റ് ഡെക്കറേഷനായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതായത് ഗ്രാവലി സാൻഡൊന്നും ബേസിൽ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അക്വേറിയമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഗോൾഡ് വെയിൽ ഏഞ്ചൽ ഫിഷ് ഈ ഒരു അക്വേറിയത്തിൽ മുട്ടയിട്ടതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അക്വേറിയങ്ങളെയും മീനുകളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.